വയോജനങ്ങളുടെ മാനസികോല്ലാസത്തിനും പരസ്പര സൗഹൃദത്തിനുമായി വെണ്ടൂർ ഗോൾഡൻ ഏജ് കെയറിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു. വയോജനങ്ങളുടെ മാനസികോല്ലാസത്തിനും പരസ്പര സൗഹൃദത്തിനുമായി വെണ്ടൂർ ഗോൾഡൻ ഏജ് കെയറിന്റെ നേതൃത്വത്തിൽ വിനോദയാത്ര സംഘടിപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. വെണ്ടൂർ പള്ളി വികാരി ഫാദർ അഡ്വക്കേറ്റ് ലാസർ താണിക്കൽ അധ്യക്ഷത വഹിച്ചു. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, ബൈജു ഇമ്മാനുവൽ, ജോസ് വല്ലപ്പാടി, ജോസി ജോണി, ജെയിംസ് കൊടിയൻ, ജോൺസൺ പുറത്തൂർ കിട്ടൻ എന്നിവർ പ്രസംഗിച്ചു. കൊച്ചിയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കായിരുന്നു യാത്ര. കൊച്ചി വിമാനത്താവളം, മറൈൻ ഡ്രൈവ് തുടങ്ങിയ സ്ഥലങ്ങളും സംഘം സന്ദർശിച്ചു. 60 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായാണ് യാത്ര സംഘടിപ്പിച്ചത്. മതം, സമുദായം, രാഷ്ട്രീയം, സാമ്പത്തിക സ്ഥിതി തുടങ്ങിയ വ്യത്യാസങ്ങളില്ലാതെ വയോജനങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ സന്തോഷത്തോടെ ചെലവഴിക്കാനുള്ള അവസരമാണ് യാത്രയിലൂടെ ഒരുക്കിയത്. പാട്ടും കവിതയും തമാശകളും പങ്കുവച്ച് വയോജനങ്ങൾ യാത്ര ആഘോഷമാക്കി. 3 ബസ്സുകളിലായി 150ഓളം പേരാണ് വെള്ളിയാഴ്ച നടന്ന വിനോദയാത്രയിൽ പങ്കെടുത്തത്. വയോജനങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ പിന്തുണ പരസ്പര സ്നേഹത്തിലൂടെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഗോൾഡൻ ഏജ് കെയർ. ജെയ്സൺ മഞ്ഞളി, നെപ്പോ ചിറമ്മൽ, ആൻഡോ മഞ്ഞളി, ബിജു പുളിക്കൽ, മിനി ആൻഡോ, ബിന്ദു ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘടനയുടെ പ്രവർത്തനം. എവിടെ നിങ്ങളൊരു 3-4 സെന്റ് സ്ഥലം കണ്ടെത്തി അത് ചെയ്തോ, അവിടെ കെട്ടിടം പണിയാനുള്ള കാശ് എത്ര എണ്ണം വേണമെങ്കിലും അതിലും വിട്ട് വേറെ സന്തോഷങ്ങളൊന്നുമില്ല. അവർ കൂടിയിരിക്കാനും ഒരുമിച്ചിരുന്ന് കഥ പറയാനും പാട്ട് പാടാനും വീട്ടിലിരുന്ന് ഒറ്റപ്പെടുന്ന ആളുകൾക്ക് ഒരുമിച്ച് പകലൊക്കെ വന്നിരിക്കാനും സംവിധാനങ്ങൾ ഉണ്ടാക്കണം. എല്ലാം വാർഡ് തലത്തിലുണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കത് അവിടെ ആ വാർഡ് മെമ്പർക്കും അവിടെ ആ നാട്ടിലുള്ള മറ്റുള്ള ആളുകൾക്കൊക്കെ അവിടെ എന്തെങ്കിലും ചെറിയ മീറ്റിംഗ് കൂടാം, അവരെ അതിൽ പങ്കാളിയാക്കാം. അങ്ങനെ നമുക്ക് നല്ല കൂട്ടായ്മകൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോകാം. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ വളരെ സന്തോഷകരമായ യാത്രയായിട്ട് ഇത് മാറും. തീർച്ചയാണ് അതിനു വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇതിൻ്റെ സംഘാടനത്തിൽ വലിയ പങ്ക് വഹിച്ച നമ്മുടെ ക്ലബിൻ്റെ ആളുകളുണ്ട്. ബൈജു മാഷുണ്ട്, ഷാജൻ മഞ്ഞലുണ്ട്, നെപ്പോളി എന്നാണ് ഞാൻ ആളെ നെപ്പോന്ന് കേട്ടത്, ജെയ്സനുണ്ട്. ഇന്ന് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ജീവിതത്തിൽ ഒരു ടൂറായിട്ട് പുറത്തേക്ക് ഇങ്ങനെ പോകാൻ പറ്റാത്ത കുറേ രക്ഷിതാക്കളുണ്ട് ഇതിൽ. എനിക്ക് ഒരു വിഷമം, നിങ്ങളോടൊപ്പം തന്നെ ഞാനും ഇന്ന് പോരാൻ തീരുമാനിച്ചതാണ്. നമ്മുടെ പഞ്ചായത്തിൽ ഒരു 5 പരിപാടി എൻ്റെ വാർഡിലടക്കം ഉള്ളത് കൊണ്ട് എനിക്കിന്ന് മാറി നിൽക്കേണ്ട വന്നു. പക്ഷേ ഇനി സമയങ്ങളുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്തായാലും നമ്മളുടെ ഫിഷ്ലാൻഡ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓൾഡ് കെയർ ഈ ഭാഗമായി ഓരോ സംരംഭങ്ങളും. പക്ഷേ ഈ ഒരു സംഘടനയുടെ ഈ വയസ്സായിട്ടുള്ള ആൾക്കാരുടെ സംഘടന എന്ന് കേട്ട് എനിക്ക് പുള്ളിക്ക് വലിയ താല്പര്യമായി. ആളങ്ങനെ നമ്മുടെ കൂടെ ഇപ്പോൾ വരികയുണ്ടായത്. നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു നമുക്ക് വേണ്ടിയിട്ട്. ഞാനിവിടെ കുറച്ച് വൈകിച്ചതാണ് പുള്ളിനെ. അപ്പോൾ സാറെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ചും ഈ ഒരു സംരംഭത്തിന് എല്ലാവരും കൂട്ടുത്തരവാദിത്തത്തോടു കൂടി മാനസികമായിട്ടെങ്കിലും ഇപ്പം ഞങ്ങളൊന്നും വരുന്നില്ലെങ്കിലും മാനസികമായിട്ടൊക്കെ നിങ്ങളോടൊപ്പമുണ്ട്. ആശയപരമായിട്ടുള്ള ഐക്യമാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിപ്പിച്ചിരിക്കുന്നത്. വളരെ വലിയൊരു കാര്യമാണ് പ്രായമായിട്ടുള്ളവരുടെ കെയർ എന്നുള്ളത്. വിഭിന്നമായി അവരൊക്കെ സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ തന്നെയാണ്. അവരുടെ അനുഭവങ്ങൾ അവരുടെ പ്രായത്തോടൊപ്പം തന്നെ വലുതാണ്. അതുകൊണ്ട് അതൊക്കെ സമൂഹ സൃഷ്ടിക്ക് ഏറ്റവും ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടുകൂടി ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ അർത്ഥവത്തായ ഒരു കൂട്ടായ്മകളാണ്. ഈ ഒരു ചടങ്ങിന് വേണ്ടി ഞങ്ങൾ കുറേ നാളായി ഇതിനു വേണ്ടി പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് വളരെ മനോഹരമായിട്ട് ഇത് എല്ലാവരെയും സന്തോഷത്തോടു കൂടി തിരിച്ചെത്തിക്കുന്നതിനുള്ള ആത്മാർത്ഥമായ സഹകരണം എല്ലാവരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത, ഈ ടൂറിലേക്ക് പങ്കെടുത്ത, ഇതിനെ അനുഗ്രഹിക്കാനെത്തിയ എല്ലാ വ്യക്തികളോടും ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു.